എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ല. എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചെയ്യും? തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ തന്നെ ഹൈക്കോടതി വളരെ നിർണായകമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ നിയമസഭയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നൊക്കെ തന്നെ പലരും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം കൊണ്ട് തന്നെ രാഹുൽ ചെയ്തതൊക്കെ തന്നെ തെറ്റല്ല എന്ന്, എല്ലാമല്ല, രാഹുൽ ചെയ്ത 100% തെറ്റല്ല എന്നല്ല കോടതി പറഞ്ഞത്. ചില കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റല്ല, എന്നാൽ ചിലത് വളരെ ഗൗരവകരമായി ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് കോടതി എടുത്തു പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന് പറയുന്ന അല്ലെങ്കിൽ അതിജീവിതയുടെയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ നമ്മൾ ഇതിനു മുൻപും കേട്ടതാണ്. എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഇത് പുറത്ത് കൊണ്ടുവന്നതാണ്. ഇപ്പോഴിതാ ചില മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ അഭിഭാഷകയുടെയും സുദീർഘമായ അന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പകരി ഓഡിയോകൾ ക്ലിപ്പുകളാണെങ്കിൽ ഇപ്പോൾ സുദീർഘമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ, ഒരു മുഴുനീള ഓഡിയോ എന്ന് തന്നെ പറയാം, അതെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനോട് പരാതിക്കാരി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്, അതായത് കുഞ്ഞിനെ ഞാൻ വളർത്തും. അപ്പോൾ രാഹുൽ പറയുന്നത്, അത് വളർത്തിയാൽ നീ എങ്ങനെ നോക്കും, എന്നെ കൂടി ബാധിക്കുന്ന കാര്യമല്ലേ നീ പറയുന്നത് എന്നൊക്കെയാണ് ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നത്. എന്തായാലും ആ ഓഡിയോയുടെ ചെറിയ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. എടോ, ഞാൻ തന്നോട് വീണ്ടും പറഞ്ഞു കഴിഞ്ഞു, തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല, പിന്നെ താനെങ്ങനെ പറയുന്നത്? അത് ഞാൻ നോക്കിക്കോളാം, തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അങ്ങനെ പറ്റത്തില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. അതെ, അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അത് ഞാൻ മാനേജ് ചെയ്തോളാം അത് ഞാൻ മാനേജ് ചെയ്തോളാം പറഞ്ഞല്ലോ. ഞാൻ മാനേജ് ചെയ്തോളാം. അത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊന്ന് ആലോചിക്കട്ടെ. അതെ, മര്യാദക്ക് സംസാരിക്കണം. എന്താന്ന്? അത് കുഴപ്പമില്ല, ഞാൻ അനുഭവിച്ചോളാം. താൻ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, അങ്ങനെയാണ്. അപ്പൊ താൻ തന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാളിന് ഞാൻ എന്തിനാ നോക്കേണ്ടത്? ഈ വിഷയത്തിനകത്ത് ഒരുമിച്ചല്ലാത്ത തീരുമാനത്തിലല്ല എന്റെ കാര്യമല്ലാതെ പിന്നെ നിന്റെ കാര്യം നോക്കാൻ പറ്റുമോ? ഒരുമിച്ചുള്ള തീരുമാനമാണ് രണ്ടുപേർക്കും കൂടെ നോക്കാം. ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തതല്ല കേട്ടോ. 70% റെസ്പോൺസിബിലിറ്റി തനിക്കാണ്. മര്യാദക്ക് സംസാരിക്കും കേട്ടോ. എനിക്ക് തന്റെ അത്ര തരം താഴാൻ പറ്റത്തില്ല. താൻ മിടുക്കനായിട്ടാണല്ലോ ഇതിപ്പോ വന്നത്. താൻ ഭയങ്കര മിടുക്കനാ. താൻ എന്തോ പറയും. എന്ത് ഓപ്ഷനാണ്? ഞാനത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നത്. എനിക്കതിപ്പോ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ തന്നെ ഇതുവരെ ഒന്നിലും ഇൻവോൾവ് ചെയ്യിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ തന്നെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? അത് തന്റെ പേര് പറയുന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ താനുണ്ടായിരുന്നോ? എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഇപ്പോഴും പറയാതെ അവരുടെ മുന്നിൽ ഞാൻ തല കുനിച്ചാണ് നിൽക്കുന്നത്. അറിയാവോ? നിങ്ങളുടെ നാടകം നിർത്താൻ. നിങ്ങൾ ഇത്ര നേരം എന്താ സ്നേഹ നാടകം കളിച്ചോണ്ടിരിക്കുവായിരുന്നോ? താനാണ് സ്നേഹ നാടകം കളിച്ചത്, ഞാനല്ല. താൻ തന്നെയാണ് സ്നേഹനാടകം കളിച്ച് എന്റെ ലൈഫിലോട്ട് വന്നത്. അതെ, താൻ ആണ് ഫേക്ക് ആയിട്ടുള്ള സ്നേഹം കാണിച്ച് എന്റെ ലൈഫിലോട്ട് വന്നത്. എന്നിട്ട് താൻ പറഞ്ഞു ഞാൻ എന്താ ട്രാപ്പ് ചെയ്തെന്നോ? ഒന്നുമില്ല, എനിക്ക് തന്നോട് പറഞ്ഞു ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ പ്ലാൻ എന്തായാലും തന്നെ എഫക്ട് ചെയ്യില്ലെന്ന് പറഞ്ഞല്ലോ. അത് നമുക്ക് നോക്കാലോ. തന്റെ ആണോ എന്ന് തനിക്ക് ബോധ്യപ്പെടണോ? അനാവശ്യം പറഞ്ഞല്ലോ. അനാവശ്യം എങ്കിൽ നമുക്കത് നോക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്കത് തന്റെ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്കത് നോക്കാലോ. ഇപ്പൊ തന്നെ നോക്കാലോ. അല്ല, ഇന്നത്തെ കാലത്ത് സയൻസ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. തന്നെയാണോ അല്ലയോ ഇപ്പൊ നോക്കാലോ. പിന്നെ താൻ എന്താ പറയുന്നത്? തന്റെ അല്ലയോന്നോ? താൻ അങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞല്ലോ. തന്നെ ആണോ അല്ലയോ ഞാൻ തെളിയിച്ചു തരാം. താൻ എന്താ വിചാരിച്ചത്? താൻ ആരാണെന്നാണ് തന്റെ വിചാരം? താൻ ആരാണോ തന്റെ വിചാരം? താൻ പറഞ്ഞല്ലോ നിന്റെ ഫ്രണ്ട്സിന്റെ അത്ര കഴിവ്. എന്താ ഫ്രണ്ട്സിന് എന്റെ അത്ര കഴിവുണ്ടോ? അവർക്ക് കഴിവില്ലായിരിക്കും, അവർക്ക് മനസാക്ഷിയും സ്നേഹവും ഉണ്ട് കേട്ടോ. താൻ കാണിക്കുന്നതാണോ സ്നേഹം? തന്റെ ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കൂ. താൻ ഏക്കണോന്ന് ഇവിടെ ആരും പറഞ്ഞില്ല.
ആവില്ലല്ലോ. പിന്നെ അങ്ങനെ അത് വളരുന്നത്. താൻ കൈകാര്യം ചെയ്യേ, തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല, തന്നോട് ഒരിക്കലും ഒരു ഡിപ്പെൻഡൻസിക്കും വരത്തില്ല എന്ന് പറയുമ്പോ പിന്നെന്തിനാ താൻ ഇങ്ങനെ നടന്ന് പഠിക്കുന്നത്? പിന്നെ എങ്ങനെ നീ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? ഞാനൊന്ന് ആലോചിക്കട്ടെ. എങ്ങനെ ആലോചിച്ചിട്ട് നടക്കത്തില്ലെന്ന് കണ്ടാൽ നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ നാട്ടിൽ എല്ലാ കാര്യവും നിനക്ക് മാനേജബിൾ അല്ലല്ലോ. അല്ല, ഉറപ്പായിട്ടും അല്ല. ഞാൻ എന്താ അവിടെ, ഞാൻ നിങ്ങളെ പോലെ അല്ലല്ലോ, തന്നെ പോലത്തെ കഴിവുള്ള ആളൊന്നും അല്ലല്ലോ. അപ്പൊ നിന്നെ കൊണ്ടെല്ലാം മാനേജബിൾ ആണ്. അല്ല നീയല്ലേ പറഞ്ഞ എന്നെ ബാധിക്കത്തില്ല. അപ്പൊ എന്നെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് പറയുന്നത്. തനിക്കൊരു സ്നേഹവും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അല്ല ഇത് എന്നെ ബാധിക്കാതിരുന്നാൽ മതി. എനിക്ക് വേറെ പ്രശ്നം. ശരി, തന്നെ ബാധിക്കത്തില്ല. അതെങ്ങനെ നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത്? ഞാൻ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ വൃത്തികെട്ട? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരെന്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. അയ്യോ, തന്നെ പോലെ അല്ല അവര്. പക്ഷെ കുറച്ച് മനുഷ്യത്വം ഉള്ളവരാ. ഇല്ല, അവരെന്താ അവരുടെ ഒപ്പീനിയൻ പറയട്ടെ. അവർ ഇത്രയും ദിവസം എന്റെ കൂടെ നിന്നില്ലേ. അവരോട് ഞാൻ പറയും. പക്ഷെ അവർ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യം, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് പറയണം എന്നുള്ളത് മാത്രം. തന്നെ ബാധിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഞാനപ്പോ അവരോട് പേര് പറയാം. തന്നെ ബാധിക്കത്തില്ല. അവരെന്താ താനെന്താ വിചാരിക്കുന്നത്? അവര് തന്റെ പിന്നാലെ വരുമെന്നോ? താനെന്തിനാ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തത്? ഇപ്പൊ എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്താ അർത്ഥത്തിലാണ്? ആ കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. താൻ ലൈഫ് ലോങ് സമാധാനമില്ലാതെ ജീവിക്കണ്ടോ? തന്നോട് ജീവിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞോ? എന്റെ കാര്യം നോക്കണ്ട പോരെ? അങ്ങനെ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. എനിക്ക് എന്റെ ടെമ്പർ തെറ്റുന്ന ദേഷ്യം വരുന്ന താൻ കോൺസിക്വൻസിനെ പറ്റി ഒരു ബോധമില്ല. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല. മോശമായിട്ട് ഒരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പോട്ടെ. താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? താൻ കാണിച്ചെന്താ? നമ്മൾ കൂട്ടുപങ്കാളികളാണല്ലോ ആദർശമുള്ള കാര്യം കാണിച്ചപ്പോ. ഞാനും സൂയിസൈഡ് ചെയ്യും. ഞാൻ സൂയിസൈഡ് ചെയ്യും. എനിക്ക് അങ്ങനെ ജന്മത്തിലെ സമാധാനം ഇല്ലാതെ എനിക്ക് ജീവിക്കണ്ട. ഓക്കെ, എങ്ങനെ നിങ്ങൾ മരിക്കും, ഞാനും മരിക്കാം. തന്റെ ലൈഫ് ഇവിടെ സ്പോയിൽ ചെയ്യാൻ ആരും വരുന്നില്ലടോ. ആരും വരുന്നില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. തന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്താണ്? ഞാൻ വീട്ടിൽ പറയുന്നില്ല. അത് ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. തനിക്കിപ്പോ എന്താണ്? എടോ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് മാറാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ മുമ്പ് ഒരു ഓഫർ വന്നതാ. പക്ഷെ അത് ഞാൻ ഫോളോ അപ്പ് ചെയ്തില്ലായിരുന്നു. ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത് നടക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നടക്കുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ. നടക്കുമല്ലോ. എങ്കിലും ഞാൻ ഡൽഹിയിലോട്ട് ട്രാൻസ്ഫർ മേടിക്കും. എന്തായാലും എന്റെ അച്ഛനും അമ്മ ഇത്രയും ദൂരം വന്ന് എന്നെ കാണാനൊന്നും പോകുന്നില്ല. ഒരു 6 months അവിടെ നിൽക്കും. അതിനുശേഷം എന്താ വെച്ചാൽ തീരുമാനിക്കും. അതുണ്ടായ ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആക്കും. ഇവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്നല്ല സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാൾ സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയണ്ട. എനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം ആവശ്യമില്ല.
ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു? ഞാൻ ഇടത്തരോ നമ്മൾ ഇങ്ങനെയാണോ പ്ലാൻ ചെയ്തത്? താൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന എന്നോട്? തന്നോട് എന്താണോ ചെയ്തത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്? താനല്ലേ എന്നോട് ചെയ്തത് അല്ലേ? ഞാൻ തന്നോട് ചെയ്ത കാര്യം പറ. താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്താ ചെയ്തതെന്ന്. ഇത്രയും ഈ സ്നേഹമൊക്കെ അഭിനയിച്ച് എന്റെ ലൈഫിലോട്ട് വന്നിട്ട് എന്നെയും ഇമോഷണലി താനുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആക്കി മാറ്റിയിട്ട് പിന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ പേര് താൻ പറയുമ്പോൾ തനിക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യമാണല്ലോ. ആ 2 പെൺകുട്ടികളോട് പോലും ഞാൻ ഈ പേര് പറയാത്തതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എന്റെ ലൈഫിൽ ഉണ്ടായെന്ന് ഞാൻ പറയാത്തതോ അത് എന്റെ ഒരു മര്യാദ കൊണ്ടാണ്. മനസ്സിലായോ? എന്റെ മര്യാദയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ. തന്നോടല്ല, ഞാൻ അവരോടാ മര്യാദക്കേട് കാണിക്കണം. കാരണം ആ മാർച്ച് 17-ാം തീയതി താൻ എന്റെ മനസ്സ് തകർത്തിട്ട് പോയി. എനിക്ക് ആ ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ലോങ് ലീവ് എടുത്തു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ലോങ് ലീവ് എടുത്തു. അവരുടെ കൂടെ വന്ന് നിന്നു. ബെഡിന്ന് എഴുന്നേക്കാതെ കിടന്ന എന്നോട് ഒന്ന് ലൈഫിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്. അവരോട് ഞാൻ ഇപ്പോഴും മറച്ചു വെക്കുകയാണ് എന്താണ് എന്റെ ലൈഫ് സംഭവിച്ചതെന്ന്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്. പക്ഷെ അത് ആരാണ് എന്നറിയേണ്ട അവകാശം അവർക്ക് ഉണ്ട് എന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഞാൻ അവരോട് ഇത്രയും ദിവസമായിട്ട് റിവീൽ ചെയ്തോ? ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തന്റെ ലൈഫ് തകരത്തില്ല. എടോ ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞല്ലോ. എന്തിനാ? എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. എന്നിട്ട് എന്തെങ്കിലും കളിക്ക് തന്ന് കൊല്ലാനാണോ? എനിക്ക് കൊന്നേരെ. എന്നാ കൊന്നേരെ. അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യല്ലേ? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചെയ്യും? തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ല. ഈ ഓഡിയോ ഇപ്പോൾ പുറത്തുവിടേണ്ട കാരണം എന്താണ്? പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി എന്ന് പറയുന്ന ഈ ഓഡിയോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് സമൂഹത്തിലൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടം വീണ്ടും സജീവമാകാൻ പോകുന്ന സാഹചര്യത്തിൽ രാഹുലിനെ വീണ്ടും അടിച്ചു തറപറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഓഡിയോ ക്ലിപ്പുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എന്നടക്കമുള്ള ചോദ്യവുമുണ്ട്. ഇത് മനഃപൂർവ്വം അതിജീവിതയെ അപമാനിക്കാൻ കൂടി ശ്രമിക്കുന്ന തരത്തിലല്ലേ കാര്യങ്ങൾ പോകുന്നത്? അതിജീവിതയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളാണ് അതിജീവിത കേൾക്കുന്നത്. അതായത് അതിജീവിതയ്ക്കെതിരെ നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും പറയുന്നത്. അതിനെതിരെയൊക്കെ തന്നെ പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിജീവിത ഇപ്പോൾ സമാധാനപരമായി കഴിഞ്ഞു പോകുന്നുണ്ട്. നമുക്കറിയാം മാനസിക സംഘർഷം അത് മറയ്ക്കാനോ അത് മാറ്റാനോ സാധിക്കുകയില്ല. അല്ലെങ്കിലും തന്റെ പേരിങ്ങനെ വലിച്ചിഴയ്ക്കുമ്പോൾ, മാധ്യമങ്ങളിലൂടെ വലിച്ചിഴയ്ക്കുമ്പോൾ തന്റെ കുടുംബവും താനും അനുഭവിക്കുന്ന വേദന ഒരു പരിധിവരെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും അതിജീവിതയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഫോൺ സംഭാഷണങ്ങളൊക്കെ തന്നെ വീണ്ടും മാധ്യമങ്ങൾ ഇങ്ങനെ ആഘോഷമാക്കുമ്പോൾ അതിജീവിത എത്രത്തോളം വേദനിക്കുന്നു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. മാധ്യമങ്ങൾ ഇപ്പോൾ അതായത് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ രാഹുലിനെ കരിവാരി തേക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓഡിയോകൾ പുറത്തു കൊണ്ടുവരുന്നതെങ്കിൽ അതൊന്ന് നിർത്തൂ. കോടതി തന്നെ നീക്കിക്കൊള്ളും. കോടതി തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞോളും. പ്രത്യേകിച്ചും കോടതി പറഞ്ഞ കാര്യമാണ് ഈ ഗർഭചിത്രം അടക്കമുള്ള നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് മറ്റൊരു കേസായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. അത് മറ്റൊരു ദിവസം കൃത്യമായി അതിന്റെ മേലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തിയതിനു ശേഷം കേസിലൊരു പൂർണ്ണ തീരുമാനം വരുത്താമെന്ന് കോടതി തന്നെ പറയുന്ന സാഹചര്യത്തിൽ കോടതിയുടെ പക്കലിരിക്കുന്ന ഈ പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ എന്തിന് മാധ്യമങ്ങൾ പുറത്തുവിട്ടു എന്ന ചോദ്യവും ഉയരുകയാണ്. മറ്റ് വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കത്തിക്കേറും, ബാക്കറ്റ് കൂട്ടാം എന്ന് ചിന്തിച്ചാണോ നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ അത് വളരെ ചീപ്പായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും.